സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് MSM സംസ്ഥാന ജനറൽ സെക്രട്ടറി സുഹഫി ഇമ്രാൻ. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ ഉലമാ കോൺഫറൻസ് ഇവിടെ സമാപിക്കുകയാണ്. MSMനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കോൺഫറൻസുമായി ബന്ധപ്പെട്ട നമ്മൾ നിർവഹിക്കേണ്ട ദൗത്യത്തെക്കുറിച്ച് വിശദമായി ഷുക്കൂർ സലായി പറഞ്ഞിട്ടുണ്ട്. സമ്മേളനം എന്നത് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കേവലമായ കൂടിച്ചേരലല്ല, അത് ദഅവത്തിൻ്റെ പുതിയ കാലത്ത് കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ട ചില സന്ദേശങ്ങൾ പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ്. 4 പ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ സമ്മേളന പ്രവർത്തനങ്ങൾ ക്യാമ്പസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ലിബറൽ ക്രൈസിസാണ്. ആ ലിബറൽ ക്രൈസിസിനെ നേരിടാൻ കുട്ടികളെ പ്രാപ്തമാക്കുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം, നേരത്തെ ഷെരീഫ് അൻസാരി വാവൂർ പറഞ്ഞതുപോലെ ഇവിടെ കേൾപ്പിച്ചതുപോലുള്ള പാട്ടുകളാണ് ഇൻസ്റ്റഗ്രാമിലൂടെ നമ്മുടെ മക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മുടെ മക്കൾ നമ്മുടെ ഖുതുബയിലൂടെ അതിൻ്റെയൊക്കെ സ്വാധീനത്തിൽ തൗഹീദ് ഉൾക്കൊണ്ട്, ദീൻ ഉൾക്കൊണ്ട് ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. പക്ഷേ നമ്മളാണ് തിരുത്തേണ്ടത്. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ അംബാസിഡർമാരായി ഇവിടെ ഇരിക്കുന്ന ഖതീബുമാരും പണ്ഡിതന്മാരും അത്തരം വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ സ്പിരിച്വലായി മക്കളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. ആ സോഷ്യൽ മീഡിയയിൽ അവർക്ക് ലഭിക്കുന്ന ഇത്തരം കണ്ടന്റുകൾക്കെതിരെ യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് പരിചയപ്പെടുത്തുന്ന, സൂഫിസം ഇസ്ലാമിന് അന്യമാണെന്ന് പഠിപ്പിക്കുന്ന, ഷിയായിസം ഇസ്ലാമിന് അന്യമാണെന്ന് പഠിപ്പിക്കുന്ന കണ്ടന്റുകൾ കൊണ്ടുവരാനാണ് MSM ഈ ഒരു കാലയളവിൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. അത്തരം കണ്ടന്റുകൾ പുതിയ കാലത്തെ കുട്ടികൾ തന്നെ അത് പറയുന്ന അത്തരം കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ മൂന്നാമത്തെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് AI കാലത്താണ് നമ്മുടെ മക്കളുള്ളത്. പുതിയ കാലത്ത് മക്കൾക്ക് ഒരുപാട് തൊഴിൽ സാധ്യതകളുണ്ട്. അതേപോലെ അവർക്ക് ജീവിക്കാൻ മറ്റു ഒരുപാട് സംവിധാനങ്ങൾ കടന്നു വരികയാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഒരു മുസ്ലിം എന്ന നിലക്ക് അവൻ എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു ജനറേഷനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രൂപമാണ് MSM മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അവസാനത്തേത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം പറഞ്ഞു കൊടുക്കുക എന്നതാണ്. എന്താണ് ഇസ്ലാഹി ലെഗസി എന്ന് കുട്ടികളെ പരിചയപ്പെടുത്തുക എന്നതാണ്. ഈ 4 കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി 4 ദിവസത്തെ ഏറ്റവും നല്ല ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാനാണ് MSM ആലോചിച്ചിട്ടുള്ളത്. മുസ്ലിം സ്റ്റുഡൻസ് കോൺഫറൻസ് എന്ന നിലക്ക് നമ്മൾക്ക് ഇന്ത്യ കാണുന്ന ഏറ്റവും വലിയ ഒരു മുസ്ലിം സ്റ്റുഡൻസ് കോൺഫറൻസ് സംഘടിപ്പിക്കാൻ പറ്റും എന്ന നിലക്കുള്ള ഒരുക്കങ്ങളാണ് MSM നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. മഹല്ലുകളിൽ, മണ്ഡലങ്ങളിൽ അതിൻ്റെ സംഘാടക രൂപങ്ങളൊക്കെ രൂപീകരിക്കേണ്ടതുണ്ട്. ഈ സമ്മേളനം സാധാരണ സമ്മേളനമല്ല എന്ന് ഞാൻ പറഞ്ഞു. പുതിയ കാലത്തെ പുതിയ ജനറേഷനെ ഉൾക്കൊള്ളുന്ന നിലക്ക് അവർക്കുള്ള ധന്യമായ പ്രോഗ്രാമുകൾ, ലിറ്ററേച്ചർ ഫെസ്റ്റ്, അതുപോലെ തന്നെ എജു ഫെസ്റ്റ്, അതേപോലെ വർക്ക്ഷോപ്പുകൾ, ഇങ്ങനെ തുടങ്ങി എക്സ്പോകൾ, പുതിയ കാലത്തെ AR VR സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള സംവിധാനങ്ങളൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പ്രോഗ്രാമുകളാണ് MSM സംഘടിപ്പിക്കുന്നത്. പുതിയ കാലത്തെ മക്കളെ നമ്മുടെ പാരമ്പര്യത്തിലേക്ക്, ഇസ്ലാഹി പാരമ്പര്യത്തിലേക്ക്, ഇസ്ലാമിൻ്റെ പാരമ്പര്യത്തിലേക്ക്, തൗഹീദിൻ്റെ പാരമ്പര്യത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.